രാഗി, വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്ത ഐസൻ ജോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചി കപ്പലിൽ 6 ഭാരതീയ നാവികരുമുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. ടർക്കിയിൽ നിന്ന് സൊമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിലേക്ക് ആയുധങ്ങളുമായി പോയ കപ്പലാണ് തിങ്കളാഴ്ച റാഞ്ചിയത്. കപ്പലിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉൾപ്പെടെയുണ്ട്. MV ല്യൂട്ടൂഫ് കാർഗോ കപ്പലാണ് റാഞ്ചിയ കപ്പൽ കൊള്ളക്കാർ നുഗാൽ തീരത്തേക്ക് മാറ്റിയിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നിർണായക വിവരങ്ങളാണ്. ഭാരതീയ നാവികരുമാർ റാഞ്ചി കപ്പലിലുള്ളെന്ന് പറയുമ്പോൾ എത്രത്തോളം ആശങ്കാജനകമാണ്? ഈ നാവികരെ തിരിച്ചെത്തിക്കാനുള്ള എന്തെങ്കിലും ശ്രമം നമ്മുടെ ഭാരതത്തിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും കൃത്യമായ നടപടികൾ ഭാരതത്തിൻ്റെ എംബസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൊമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിലെ ടർക്കിയുടെ സൈനിക കേന്ദ്രത്തിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനെത്തിയ കപ്പലിന് നേരെയാണ് ഈ റാഞ്ചികൾ ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ റാഞ്ചിക്കൊണ്ട് പോയത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം എന്ന് പറയുന്നത് 6 പേർ, അതായത് കപ്പലിലുള്ള 6 പേർ ഭാരതീയരായ നാവികരാണ്. മറ്റ് ജോർജിയയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ 10 പേർ കൂടി കപ്പലിലുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് കപ്പൽ റാഞ്ചിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ MV ല്യൂട്ടൂഫ് എന്ന കപ്പലാണ് റാഞ്ചിയത്. കാമറൂണിൻ്റെ പതാക വഹിച്ച കപ്പലാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇവരെല്ലാം തന്നെ ഈ റാഞ്ചിയ കപ്പലിലുള്ളവരുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അത് ഗൗരവമേറിയ സാഹചര്യങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കപ്പൽ റാഞ്ചിയത്, അതായത് ഏപ്രിലിൽ സമാന രീതിയിലൊരു കപ്പൽ റാഞ്ചിൽ നടന്നിരുന്നു. അതേ റാഞ്ചികൾ തന്നെയാണ് ഇപ്പോഴും ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ നടപടികളുടെ ഭാഗമായി ഇവരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗൗരവമേറിയ ഒരു വിഷയം എന്ന് പറയുന്നത്, സൈന്യത്തിന് വേണ്ട ആയുധങ്ങളുമായി പോയ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ ഉള്ള ഘടകങ്ങളുമായി പോയ കപ്പലിന് നേരെയാണ് റാഞ്ചികൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സംവിധാനങ്ങൾ സുരക്ഷിതമായി നിലനിർത്തേണ്ടത് അനിവാര്യവുമാണ്. അല്ലെങ്കിൽ അവയെല്ലാം തന്നെ മറ്റു ചില ബ്ലാക്ക് മാർക്കറ്റുകളിലോ കരിഞ്ചന്തകളിലോ ഒക്കെ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ ഗൗരവമേറിയ ഒരു വിഷയമായി വളർന്നു വരാനുള്ള സാധ്യതയുമുള്ളതിനാലാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അശ്വതി, എന്തായാലും വലിയ ആശങ്ക തന്നെയാണ്. ഇത്രയും വേഗം ഭാരതീയരെ നമുക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഭാരതം കടക്കുന്നു, അല്ലെങ്കിൽ തുടർ നടപടികൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ കൊല്ലത്തേക്കാണ് പോകുന്നത്.